തനിയാവർത്തനം എന്ന കഥയാണ് ഇഷ്ടപ്പെട്ടത്. ആ കഥ വായിച്ചതിന് ശേഷം എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നു, ഇതിലെ അധ്യാപകന്റെ വേഷമെടുക്കാൻ പറ്റിയ ഒരു നടനെ പറയാമോ? സിബി മലയിലാണ് ചോദിച്ചത്. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടല്ലോ, ആർക്കു വേണമെങ്കിലും ചോദിക്കാം. ഞാൻ ഒരു സംശയമില്ല പറഞ്ഞു മമ്മൂട്ടിന്ന്. ഇല്ലല്ലാണ് എങ്ങനെ? ഞാൻ പറഞ്ഞു സ്റ്റുഡന്റ് ആയിരിക്കും. അച്ഛനാരൊക്കെ കൈവിട്ടാലും വിടാത്ത ഒരാളും കരയണ കണ്ടാ സമാധാനിപ്പിക്കും, ചിരിക്കണ കണ്ടാ കൂടെ ചിരിക്കും, കണ്ട വിളിക്കണ കണ്ട സമാധാനിപ്പിക്കാനാണ്, കരയണ്ടെന്ന് പറയാൻ സമാധാനിപ്പിക്കാൻ. അന്നത്തെ പോലെ ഞാനൊന്നും ചെയ്യാൻ അമ്മ പറയണ പോലെ കേട്ടോ. കർത്താവാണ്, അമ്മയാണ്, ഞാൻ അമ്മ പറയണ പോലെ കേട്ടോ. എന്നെ തല്ലുകയെ കൊല്ലുകയെ എന്ത് മനസ്സിൽ, പക്ഷേ ആര് പറഞ്ഞാലും നീ മാത്രം പറയണം, ഒരിക്കലും പറയരുത് ഗോപ. ഞാൻ എന്റെ മോനെ സ്നേഹിച്ചിട്ടില്ല. അങ്ങനെ കണക്കൊന്നും വെക്കണ്ട. എപ്പോഴാ വേണ്ടെന്ന് വെച്ചാ ഏട്ടൻ അവിടെ ഉണ്ട്. എല്ലാം നല്ലതിനാടാ, എല്ലാം നല്ലതിനാ. പൊയ്ക്കോ. എല്ലാ വിഷമവും മാറി, സന്തോഷായി എനിക്ക്. അവ വന്നൂലോ, എനിക്ക് അത് മതി. പാവാവൻ ഒരു സാധു. ഒരു കാര്യത്തിൽ കേൾക്കണില്ലേ സാർ? നോക്ക്, ഇപ്പൊ കത്തിത്തീരും, രക്ഷിക്കണം സാറേ. സാർ നോക്ക്, ശരിക്കും കാണണമെങ്കിൽ എന്റെ ഐലൻസ് വെച്ചു. എവിടെയാ അത്? അതെവിടെയോ വീണ് പോയല്ലോ. അതെവിടെയോ പോയി. എന്റെ ലെൻസ് എടുത്തിട്ട് വരാൻ പറയും സാറേ. എന്താ എല്ലാരും മേടിച്ചു നിൽക്കണേ? പോയി ലെൻസ് എടുത്തിട്ട് വാ, എന്നിട്ട് കാണാ രസമുള്ള കാഴ്ച. എല്ലാരും കാണുക. കാര്യങ്ങൾ കേട്ടോ സാർ? കേക്കണില്ലേ? ഇനി കാണണം. നോക്ക്, ഐലൻഡ്സിലേയും കുറേശ്ശെ കാണാം. നോക്ക് സാറേ. നമുക്കാദ്യം ഐലൻഡ്സ് എവിടെ പോയെന്ന് കണ്ടുപിടിക്കാം, എന്നിട്ട് ഒന്ന് നോക്കാം. എന്താ? ശരിയാ, ഐലൻഡ്സ് വേണം. അതുണ്ടെങ്കിലേ ശരിയാവും. എല്ലാരും തിരയി, ഇന്നലെ കിട്ടൂ. എവിടെയാ പോയത്? எல்லா அப்பாவும் பொண்ணுக்கு என் மாப்பிள்ளை தேடுறாங்க, கல்யாணம் பண்ணி வைக்கிறாங்க. இதுக்கு தானே என் பொண்ணுக்கு கையும் வராது காலும் வராது, கல்யாணம் பண்ணி கொடுக்கவே முடியும். அதாவது ஆசை இருக்கு. என்ன தவிர அவளுக்கு வேற யாருமே இல்லை. யாரு வேணாலும் எப்ப வேணாலும் செத்து போனല്ലേ. ഞാൻ സാഹചര്യത്തിന് മുന്നാടി സ്വയം ശാസിച്ച് ഒതുക്കിക്കൊണ്ട് നിൽക്കുന്ന ചില കഥാസന്ദർഭങ്ങളെ ഈ മനുഷ്യന് അഭിനയിക്കാൻ കഴിയുന്ന വിധത്തിൽ ഇന്ത്യയിൽ ഇന്നൊരു നടൻ അഭിനയിക്കുന്നു.